ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് വിത്ത് ആൻസർ കീ. അപ്പോൾ ആനുവൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആനുവൽ എക്സാമിന് ഉപകാരപ്പെടുന്ന ഒരു മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ അതേ ക്വസ്റ്റ്യൻസ് വന്നില്ലെങ്കിലും ആ മോഡൽ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എക്സാമിന്. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ അത് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് നോക്കിയാലോ, 6ാം ക്ലാസ്സിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇത് ഇംഗ്ലീഷ് മീഡിയംകാരുടെയാണ്. മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അവൈലബിൾ ആക്കും. അപ്പം നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം, ഫ്രം ദ ഫിഗർ ഫൈൻഡ് ദ മെഷർ ഓഫ് ദ ആംഗിൾ മാർക്ക്ഡ് എക്സ്. അപ്പം തന്നിരിക്കുന്ന ഫിഗറിൽ നിന്ന് നമുക്ക് എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പം ഞാനിവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, 70 ഡിഗ്രി ആണ്. ഇതെങ്ങനെ വന്നു എന്നും കൂടി പറഞ്ഞുതരാം. ഈ മേലത്തെ ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്ത ഇത്രയും പോർഷൻ്റെ അളവെന്ന് പറയുന്നത് 180 ആയിരിക്കും, 180 ഡിഗ്രി. സോ ഈ 180 ഡിഗ്രിയിൽ നമുക്കിവിടെ 60യും പോയി 50യും പോയി. അപ്പോൾ ആദ്യം ആ 60 + 50 ഒന്ന് ആഡ് ചെയ്യാം, 110 വരും അല്ലേ. ഇനി ഈ 180-ൽ നിന്ന് ആ 110 അങ്ങ് മൈനസ് ചെയ്യുക, 70 ഡിഗ്രി കിട്ടും നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ നമുക്ക് 70 ഡിഗ്രി കിട്ടിയല്ലേ. ഇവിടെ 70 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഇവിടെ എന്ത് തന്നെ ആയിരിക്കും, 70 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കാണേണ്ടത്. അടുത്ത ചോദ്യം, വാട്ട് ഇസ് ദ മെഷർ ഓഫ് ദ ആംഗിൾ വെൻ 2 ലൈൻസ് ഇന്റർസെക്ട് ഈച്ച് അതർ പെർപെൻഡിക്കുലർലി. അപ്പോൾ 2 ലൈൻസ് ഇന്റർസെക്ട് ചെയ്യാണ് പെർപെൻഡിക്കുലർ ആയിട്ട്. ഇതുപോലെ ആണെങ്കിൽ ഇവിടെ എന്താ വരിക, ഇങ്ങനെ ഒരു വര തന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു വരയാണെങ്കിൽ ഇത് 90 ഡിഗ്രി എന്നാണ് കേട്ടോ വരിക. മെഷർ ഓഫ് ദ ആംഗിൾ ഇസ് 90 ഡിഗ്രി. അടുത്തത് സി, ഡ്രോ ദ ലൈൻസ് ഇൻ ദ ഗിവൺ ഫിഗർ ആൻഡ് ഡ്രോ എ ലൈൻ പാരലൽ ടു ദ സ്ലാൻഡഡ് ലൈൻ. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗർ. ഇതിലൊരു സ്ലാൻഡഡ് ലൈൻ വരയ്ക്കണം, എഗൈൻ ഒരു ചെരിവ് വര വരയ്ക്കണം, എന്നിട്ട് അതിൻ്റെ മെഷർമെൻറ്റും എഴുതണം. അപ്പോൾ ആ ചെരിവ് വരയിൽ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെ ആയിരിക്കും, 50 ഡിഗ്രി തന്നെ ആയിരിക്കും. അതാണ് ഈ ഫിഗർ കേട്ടോ. ഉത്തരമാണ് പറഞ്ഞത്. അടുത്തത്, ഫ്രം ദ ഗിവൺ ഫിഗർ ഐഡൻറ്റിഫൈ ദ ആംഗിൾസ് ഹൂ സം ഇസ് 180 ഡിഗ്രി. അപ്പോൾ തന്നിരിക്കുന്നതിൽ നമുക്ക് ആംഗിൾസിൻ്റെ സമ്മ് കൂട്ടിക്കഴിഞ്ഞാൽ 80 കിട്ടുന്നത് ഏതൊക്കെ ആംഗിൾസ് ആണെന്നാണ് ചോദ്യം. അത് എയും ബിയുമാണ് കേട്ടോ. അതാ ഓപ്ഷൻ തന്നിരിക്കുന്നതാണ്. ഇതും കൂട്ടിയാൽ 180 ഡിഗ്രി വരും. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്കോർസ് ഓഫ് എ ടീം ഇൻ എ ക്രിക്കറ്റ് മാച്ച് ആർ ഗിവൺ ഇൻ ദ ഗ്രാഫ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ റൺസ് സ്കോർഡ് ഇൻ ഈച്ച് ഓവർ ആൻഡ് ദ വിക്കറ്റ് ലോസ്റ്റ് ബൈ ദ ടീം. തന്നിരിക്കുന്നത് ഒരു ക്രിക്കറ്റ് മാച്ചിൻ്റെ ഗ്രാഫാണ്. റൺ സ്കോർ ചെയ്തതും നഷ്ടപ്പെട്ടതും കാണിച്ചിട്ടുണ്ട്, ഓവറും റൺസും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ബിറ്റ്വീൻ വിച്ച് ഓവർ ഡിഡ് ദ ടീം ലോസ് ഇറ്റ്സ് ഫസ്റ്റ് വിക്കറ്റ്. ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ടത് ഏത് ഓവറിലാണെന്നാണ് ചോദ്യം. ഇവിടെ 5 to 10 ഇടയ്ക്ക് കേട്ടോ. അടുത്തത്, വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വിക്കറ്റ് ലോസ്റ്റ് ഇൻ ദ മാച്ച് ആണ്. എത്ര ടോട്ടൽ നമ്പർ ലോസ്റ്റ് ചെയ്തു, 5. ഇൻ വിച്ച് ഓവർ ഡസ് ദ മാച്ച് എൻഡ്. ഏത് ഓവറിലാണ് മാച്ച് അവസാനിക്കുന്നത്, 45. ബേസ്ഡ് ഓൺ ദ ഗ്രാഫ് പ്രിപ്പയർ എനി 2 ക്വസ്റ്റ്യൻസ്. ആ ഗ്രാഫ് ഉപയോഗിച്ച് 2 ചോദ്യങ്ങൾ തയ്യാറാക്കുക. ആദ്യ ചോദ്യം, വിത്തിൻ 30 ഓവേഴ്സ് ഹൗ മെനി വിക്കറ്റ്സ് ഡിഡ് ദ ടീം ലോസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ തയ്യാറാക്കിയത്, ബിറ്റ്വീൻ വിച്ച് ഓവർ ഡസ് ദ ടീം സ്കോർസ് 150 റൺസ്. അടുത്ത ചോദ്യം, റൈറ്റ് എനി 2 മൾട്ടിപ്ലിക്കേഷൻ പാറ്റേൺസ് ദാറ്റ് ആർ ഈക്വൽ ടു 210 × 120. അപ്പോൾ 210 × 120 ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ആൻസർ വരുന്ന വേറെ ഏതെങ്കിലും 2 പാറ്റേൺ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ 210 × 120 ചെയ്യുമ്പോൾ എന്ത് ആൻസർ വരുന്നു നോക്കുക. എന്താ ആൻസർ വരിക നോക്കാം നമുക്ക്. 252 ബാക്കി 2 0 0 കേട്ടോ. അപ്പോൾ ഇതാ ആൻസർ വരിക. അപ്പോൾ അതേ ആൻസർ നമുക്കത് ഇത് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടും, ഇത് ചെയ്താലും കിട്ടും കേട്ടോ. അടുത്തത്, റൈറ്റ് എനി 2 ഡിവിഷൻ പാറ്റേൺസ് ദാറ്റ് ആർ ഈക്വൽ ടു 165 ഡിവൈഡഡ് ബൈ 15. 165 ഡിവൈഡഡ് ബൈ 15 ഇതേപോലെ തന്നെ ആൻസർ വരുന്ന അടുത്ത 2 ഡിവിഷൻ പാറ്റേൺസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 330 ബൈ 30, 55 ബൈ 5. അതായത് 160
65/15 ചെയ്താൽ നമുക്ക് ആൻസർ വരിക 11 ആണ്. അതേപോലെ തന്നെ 330/30 ചെയ്താലും നമുക്ക് എന്തിനാണ് ആൻസർ വരിക? 11 ആണ് വരിക. 55/5 ചെയ്താലും നമുക്ക് 5 തന്നെയാണ് ആൻസർ വരിക. അപ്പോൾ 11 തന്നെയാണ് ആൻസർ വരിക കേട്ടോ. അടുത്തത് ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ റിലേറ്റഡ് ടു 165 - 10 - 5. അതിൻ്റെ ഉത്തരം വരുന്നത് ഫ്രം ദ എബവ് ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് എന്നാണ്. 2 and 3 ആണ് കറക്റ്റ് കേട്ടോ. അതായത് ബി ആൻസർ ആണ് ശരി. അടുത്തത് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞതല്ലെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ്. റൈറ്റ് 165 ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. 165നെ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആകെ 1 മുതൽ 100 വരെ എടുത്താൽ 25 പ്രൈം നമ്പറുകളാണ് ഉള്ളത്. ആ 25 പ്രൈം നമ്പറുകൾ മാത്രമേ നമ്മൾ ഇത് എഴുതുമ്പോൾ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. നമുക്കിതിലിപ്പോൾ 2 അല്ല, നമുക്കത് കൂടാതെ 9 ഉപയോഗിക്കാൻ പാടില്ല, 6 ഉപയോഗിക്കാൻ പാടില്ല, 4 ഉപയോഗിക്കാൻ പാടില്ല. ഇതൊന്നും പ്രൈം നമ്പറുകളല്ല. അപ്പോൾ ഇതൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. അല്ലാത്തത് വെച്ചിട്ട് വേണം നമ്മളിത് കണ്ടുപിടിക്കാൻ. അപ്പോൾ 165നെ പ്രോഡക്റ്റ് ഓഫ് പ്രൈം ആയിട്ട് എഴുതിയാൽ 5 × 3 × 11 എന്ന് വരും. റൈറ്റ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് 165. 165ൻ്റെ എല്ലാ ഫാക്ടേഴ്സും എഴുതുക. 1, 3, 5, 11, 15, 33, 55, 165. അടുത്ത സി, ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പ്രൈം നമ്പേഴ്സ്. അപ്പോൾ റോങ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കുക. ഇറ്റ് ഇസ് എ 1 ഡിജിറ്റ് നമ്പർ ആണ്. ഇത് റോങ് ആണ്. അടുത്ത ചോദ്യം വരുന്നത് ഇൻ എ ഷോപ്പ് വി ഹാവ് ടു പേ 30 rupees as എ പാക്കിംഗ് ചാർജ് ഫോർ 1 item. ഒരു കടയിൽ 30 രൂപ നമ്മൾ പാക്കിംഗ് ചാർജ് കൊടുക്കണം ഒരു ഐറ്റം വാങ്ങുമ്പോൾ. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ഫോർ എൻ ഐറ്റം കോസ്റ്റിംഗ് 100 rupees. 100 rupeesന് ഒരു സാധനം വാങ്ങിയാൽ നമ്മളപ്പോൾ ടോട്ടൽ എത്ര കൊടുക്കണം? 100 രൂപയുടെ സാധനം പാക്ക് ചെയ്ത് കിട്ടാൻ 30 രൂപ കൂടുതൽ കൊടുക്കണം. അപ്പോൾ 100 + 30 130 ആൻസർ വരും കേട്ടോ. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ഇഫ് ദ കോസ്റ്റ് ഓഫ് ദ ഐറ്റം ഇസ് 500 rupees. 500 രൂപയാണെങ്കിലോ 500 + 30 530 ആൻസർ വരും. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ കോസ്റ്റ് ഓഫ് ദ ഐറ്റം ആൻഡ് ദ ടോട്ടൽ എമൗണ്ട് പെയ്ഡ്? ദ ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഇറ്റ്സ് കോസ്റ്റ് ആൻഡ് ദ പാക്കിംഗ് ചാർജ്. അപ്പോൾ പാക്കിംഗ് ചാർജും സാധനത്തിൻ്റെ വിലയും കൂടിയാണ് നമുക്ക് ടോട്ടലായിട്ട് കൊടുക്കേണ്ടി വരിക. How can we say the relation when the cost of an item is P and the total amount is T? അപ്പോൾ അങ്ങനെ പിയും ടിയും വെച്ച് കാട്ടുമ്പോൾ ഇത് ഇങ്ങനെ വരാം കേട്ടോ. T = P + 30. അടുത്തത് ബി ക്വസ്റ്റ്യനിൽ എ ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ റീസൺ ആർ ഗിവൺ ബിലോ. ഒരു സ്റ്റേറ്റ്മെന്റും അതിൻ്റെ റീസണും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കറക്റ്റായത് കണ്ടുപിടിച്ചാൽ മാത്രം മതി. സ്റ്റേറ്റ്മെന്റ് എന്താ? 3/5 ക്യാൻ ബി റിട്ടൺ ആസ് 8/10 when its denominator becomes 10. Reason, for a fraction if a same number is added to both its numerator and denominator we get another equivalent form of it. Answer option B ആണ്. Both the statement and reason are wrong. Write 2 different forms of 5/2. 5/2ൻ്റെ 2 ഡിഫറെൻറ്റ് ഫോംസ് ആണ് എഴുതേണ്ടത്. ഇത് തെറ്റാണ്, ഇത് എഴുതണ്ട നിങ്ങൾ. ഞാൻ വേറെ ആൻസർ തരാം. 5/2ന് നമുക്ക് 2 ഫോം അല്ലേ, അപ്പോൾ × 2 ചെയ്താൽ മതി. അപ്പോൾ 10/4 എഴുതാം. × 20/8 എഴുതാം. ഇതൊക്കെ എഴുതാം കേട്ടോ. അടുത്തത് ഇഫ് 16 kg ഓഫ് റൈസ് ഇസ് ഫിൽഡ് ഈക്വലി ഇൻടു 5 bags. 16 കിലോ അരി 5 ബാഗിൽ നിറച്ചു പറയുമ്പോൾ ഡിവൈഡ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് എന്ത് വരും? 3 1/5 ആൻസർ വരും ഒരു ബാഗിൽ കേട്ടോ. അടുത്തത് 5ാമത്തെ ചോദ്യം 1000 cubic centimeter is equal to 1 liter. If the length, breadth and height of a vessel are 60, 30, 10 centimeters, how many liters of water does it holds ആണ്. അപ്പോൾ അത് നമുക്ക് ഇൻറ്റു ചെയ്താൽ മാത്രം മതി. ആൻസർ 18,000 cubic centimeter ആണ്. അടുത്തത് ഫൈൻഡ് ഇറ്റ്സ് കപ്പാസിറ്റി ഇൻ ലിറ്റേഴ്സ് ആൻഡ് മില്ലി ലിറ്റേഴ്സ് ആണ്. 18 ലിറ്റർ ആണ് കേട്ടോ.
If the length of a rectangular vessel is doubled, then what is the change in its inner measure? If the length is doubled, the inner measure of the vessel gets doubled. അടുത്ത ചോദ്യം, the sum of the digits in a number is 22. If the number is divided by 3, what is the remainder? Remainder 1 ആണ്. അടുത്തത്, if a number is divided by 9, ഒരു നമ്പറിനെ 9 വെച്ച് ഡിവൈഡ് ചെയ്തു, the sum of its digits is 32. What is the remainder? Remainder 5 ആണ്. From the following, which number is divisible by 2, 3, 5, 9 without leaving a remainder? 2, 3, 5, 9 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, റിമൈൻഡർ വരരുത്. അങ്ങനെ ഒരു നമ്പർ ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നിങ്ങൾ ചെയ്ത് നോക്കണം, ഡിവൈഡ് ചെയ്ത് നോക്കുക. അടുത്തത്, check whether all the numbers formed by using the digits 4, 5, 7, 6 without repetition are multiples of 9. Give reason. അത് നമുക്ക് പറ്റില്ല. No, the numbers formed are not multiples of 9. അങ്ങനെ ഫോം ചെയ്യുന്ന നമ്പർ ഒരിക്കലും 9ന്റെ ഗുണനം ആയിരിക്കില്ല. Because the sum of the digits 4 plus 5 plus 7 plus 6 22 ആണ്. 22 is not divisible by 9. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പൗസ് ചെയ്ത് വെച്ച് കാണാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതൽ ലെങ്തി ആവാതിരിക്കാനാണ് ഓൾമോസ്റ്റ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയത്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചോദ്യപേപ്പർ ചെയ്യുന്നത്. ഇത് കണ്ടതിന് ശേഷം ഏത് ഭാഗമാണ് നിങ്ങൾക്ക് കിട്ടാത്തത്, എഗായി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും നിങ്ങളുടെ നോട്ട്സും എടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഞാൻ ഓൾ ദി ബെസ്റ്റ് പറയുന്നു. നന്നായി എക്സാം എഴുതുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.